ഹലോ മച്ചാമാരെ, മച്ചൂസ് ഫ്ലോവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മൈക്ക് അൺബോക്സിങ് വീഡിയോ ആണ്. അതിൻ്റെ മൈക്കിൻ്റെ പേരാണ് ഡിജിടെക്. ഡിജിടെക് എന്ന് പറയുന്നത് ചൈനീസ് കമ്പനിയൊന്നുമല്ല, ഇന്ത്യൻ മെയ്ഡാണ്. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതാണ്. നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. അത്യാവശ്യം ചാർജിങ് ഒക്കെ കിട്ടും, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മൈക്കൊന്ന് കാണാം. ഇത് സിംഗിളായിട്ടും കിട്ടും, ഡബിളായിട്ടും കിട്ടും. ഇത് ഡബിളാണ് നമുക്ക് മേടിച്ചിരിക്കുന്നത്. ഇത് കണക്ടറാണ്. ഇത് സി ടൈപ്പാണ് കണക്ടർ. നമ്മുടെ മൊബൈലിലാണ് അത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന കുഞ്ഞു ബോക്സ് കണ്ട, ഇതിനകത്തൊരു സംഭവം ഇരിപ്പുണ്ട്. വലിച്ചെറാങ്ങട്ടെ. ആ സംഭവം കണ്ട, അതിനകത്തൊരു ചെറിയ പൗച്ച്. അത് നമ്മളെ മൈക്കിൻ്റെ ഹെഡിൽ ഇടാനുള്ളതാണ്. ഒരെണ്ണം കിട്ടി. ഇനി ഇല്ലേ? ഉണ്ട്, രണ്ടെണ്ണം കിട്ടി. രണ്ടെണ്ണം കിട്ടി, 2 പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലായോ? നമ്മളെ ഈ മൈക്കും ഇതൊക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിളാണത്. പിന്നെ അതിൻ്റെ കാറ്റലോഗാണ് ആ കാണുന്ന. അതിനകത്ത് ഇതാണ് സംഭവം, മറ്റേ കാറ്റലോഗ് എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്നവരെ അതിനകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മൈക്കിനകത്ത് ഇടാനുള്ള പൗച്ചാണ്. ആ പൗച്ച് നമ്മൾ വലിച്ചിടുകയാണ് അതിനകത്തോട്ട്. ഈ പൗച്ചിൻ്റെ ഉപയോഗം അറിയാമല്ലോ. മറ്റു സൗണ്ടുകളെയൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ സൗണ്ട് ബൂസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 2 പൗച്ചുണ്ട്. നോക്കി വലിച്ചിട്ടിട്ട് അത് കീറിപ്പോകും. വളരെ ലോലമായിട്ടുള്ളതാണ്. നമ്മൾ സംഭവം. ഹലോ മച്ചന്മാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ, ലൈക്ക് കൂടി. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാം. എന്തായാലും കീറിയില്ല, ഈശ്വര. ഓക്കെ ആയി. നമ്മളിതിൻ്റെ ചാർജിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനൊരു ചെറിയൊരു കേബിളുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ തന്നിട്ടുണ്ട് അവർ. ആ കേബിളിനകത്ത് നമ്മുടെ അടുത്ത മൈക്കാണ്. നമ്മളെ ഈ മൈക്ക് ചാർജ് ചെയ്യുന്നത്. ഇതിനകത്ത് ചാർജിങ്ങിന് ഏതാണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ട. ഈ കേബിൾ കുത്താനുള്ള ചാർജിങ് കേബിൾ. അത് വേണ്ട, ചുവന്നൊരു കണ്ട ലൈറ്റ് കണ്ടോ? ഈ ലൈറ്റ് കത്താം. ലൈറ്റ് കത്തിയിട്ട് ഈ ലൈറ്റ് ഫുൾ ചാർജ് ആകുമ്പോൾ ഓഫാവും. ഓക്കെ. മൊത്തം 2 മൈക്കിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ സിംഗിളായിട്ട് വാങ്ങാൻ കിട്ടും, ഡബിളായിട്ട് വാങ്ങിക്കാം. ഇതും സെയിം അതേ സിസ്റ്റം തന്നെയാണ്. കുത്താനുള്ള സംഭവം അതിനകത്തുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസീവറാണ് ഈ സാധനം. റിസീവർ നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന അതിനകത്ത് തന്നെയാണ് ഈ റിസീവറും കണക്ട് ചെയ്യുന്നത്. വേണ്ട റിസീവർ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. താണ്ട ഇതിൻ്റെ ഈ ചാർജിങ് ഈ റിസീവർ ഉണ്ടല്ലോ, ഈ റിസീവർ സി ടൈപ്പ് മാത്രമേ ചാർജ് മൊബൈലിനകത്ത് മാത്രമേ കുത്താൻ പറ്റൂ. ഇത് സി ടൈപ്പാണ് ഇതിൻ്റെ ഈ കുത്തുന്ന സംഭവം. ഇപ്പോൾ ഇതാണ് അതിൻ്റെ QR കോഡ്. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്യാമറ എടുക്കുന്നത്. പക്ഷേ ഇത് ചില ഫോണിൽ ഇത് ശരിയാകത്തില്ല. ഇത് സ്കാൻ ചെയ്താൽ വേറെ ഏതെങ്കിലും ആപ്പിൽ കൊണ്ട് ചാടിക്കും. എന്നാൽ ചില ഫോണുകളിൽ സാധാ ക്യാമറയിലും ഇത് ശരിയാവും. പക്ഷേ ചില ഫോണുകളിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഓപ്പൺ ക്യാമറ എടുക്കണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ക്യാമറ എടുത്തിട്ട് വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എടുക്കുക ആദ്യം. എന്നിട്ട് ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസ് ഇതായത് എടുക്കുമ്പോൾ നമ്മൾ OTG എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ എനേബിൾ ചെയ്യുക. ബ്ലൂടൂത്തും അതിൻ്റെ കൂടെ ഓണാക്കിയിടുക. ഇറങ്ങി. പിന്നെ നമുക്ക് ഓപ്പൺ ക്യാമറയ്ക്കകത്ത് ഒരു സെറ്റിങ്സ് ചെയ്യാനുണ്ട്. നമ്മളെ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ സെറ്റിങ്സ് ഓണാക്കിയിട്ടാൽ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഓപ്പൺ ക്യാമറ എടുക്കുക. സൈഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം, അവിടെ വെക്കുക. വീഡിയോ സെറ്റിങ്സ് എടുക്കുക. വീഡിയോ സെറ്റിങ്സ് എടുത്ത് താഴേക്ക് പോകുമ്പോൾ ഓഡിയോ സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഇപ്പം ക്യാം കോഡ് എന്ന ഓഡിയോ സോഴ്സിലാണ് കിടക്കുന്നത്. നമുക്ക് എക്സ്റ്റേണൽ മൈക്കിലോട്ട് മാറ്റാം.
ബ്ലൂടൂത്തിൽ നമ്മൾ OTG എന്നൊരു ഓപ്ഷൻ ഓൺ ആക്കുമ്പോൾ ക്യാമറയുടെ ഇതാ നമ്മൾ ഈ കുത്തിയിരിക്കുന്ന ഈ കണക്ടറിൻ്റെ അകത്ത് ഈ ലൈറ്റ് കത്തും. കണ്ടോ? ഇത് ഈ കണക്ടർ ഇതിന് പെയർ ആകുമ്പോഴാണ് ഇത് ചുവപ്പിലേക്ക് മാത്രമായിട്ട് മാറുന്നത്. ഇനി പെയർ ആവാൻ നമ്മളെ മൈക്കിൻ്റെ ആ പവർ ബട്ടൺ ഓൺ ആക്കുക. ഞെക്കി പിടിച്ചോണ്ടിരിക്കുന്നത് വേണ്ട, ഓണാകുമ്പോൾ തന്നെ ഇവിടെ കണക്റ്റ് ആവും. ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ദാണ്ട റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. ഇതിനകത്തും റെഡ് ആവും. ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് അങ്ങ് മാറിയിട്ട് ഒറ്റ കളറാവും, അത് റെഡ് കളറാവും. ഇനി നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇതിന് എത്രത്തോളം ദൂരം കിട്ടുമെന്ന് നോക്കാം. ഈ സെറ്റുമായിട്ട് ഈ മൈക്കിൽ എത്ര ദൂരം നിന്ന് സംസാരിച്ചാൽ കിട്ടുമെന്ന് നോക്കാം ജസ്റ്റേ. അപ്പോൾ ഈ മൈക്കിൻ്റെ ഈ ദൂരപരിധി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഉപകാരപ്പെടുക നോക്കണ്ട. ഇച്ചിരി ഗ്യാപ്പ് പോയാലും എന്നാലും ഞാനൊന്ന് നടന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4-5 മീറ്റർ ദൂരം ആയിട്ടുണ്ട്. അപ്പോൾ 5, 6, 7, 8 ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരമായിട്ടുണ്ട് ഞാനും മൂന്നുമായിട്ട് ഉള്ള ആ ഗ്യാപ്പ്. ഇനി നമ്മൾ അകത്ത് പോയി നോക്കാം.